ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഫൈൻഡ് ദി യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്. താഴെ തന്നിട്ടുള്ള ഓരോ സെറ്റ് നമ്പേഴ്സ്, ഓരോ പെയർസ് സെറ്റിൻ്റെയും യൂണിയൻ കാണണം. ഓക്കെ, ഒരു 5 സെറ്റ് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ യൂണിയൻ ഒന്ന് കണ്ടുപിടിക്കാം. എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 സെറ്റ്, 2 സെറ്റിലുമുള്ള കോമ്പിനേഷൻ, അഥവാ ഒരു സെറ്റിൽ 2 സെറ്റിലുമുള്ള എല്ലാ എലമെൻറ്റിനെയും ഒന്നിച്ച് എഴുതിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിയൻ ഓഫ് 2 സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേന് ഈ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൽ 1, 3, 5 എന്ന് പറയുന്ന എലമെൻസും ഉണ്ട്, വൈയിൽ 1, 2, 3 എന്ന് പറയുന്ന എലമെൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എഴുതുമ്പോൾ 1, 3, 5 വരും. ഫസ്റ്റ് ഏതൊക്കെ വരും? 1, 3, 5 വരും. 1 നമ്മൾ ഓൾറെഡി എഴുതി, റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ് നമ്മൾ എഴുതാറില്ല. അപ്പോൾ 1 വേണ്ട. 2 ഇതിലില്ലല്ലോ, അപ്പോൾ 2 എടുക്കാം. ഓക്കെ, 3 ഓൾറെഡി അതിലുണ്ട്, അപ്പോൾ 3 വേണ്ട. ഇതാണ് ഇതിൻ്റെ യൂണിയൻ സെറ്റ് വരിക. കണ്ടോ, 1, 3, 5, 2. ദെൻ അടുത്തത് വരുന്നത് AEIOയും ABCയുമാണ്. സോറി, ഇത് സ്ക്വയർ അല്ല കേട്ടോ, സെറ്റിൻ്റെ സിമ്പിളാണ് വേണ്ടത്. ഓക്കെ, AEIOയും എഴുതി. ഇനി A ഓൾറെഡി ഇതിലുണ്ട്, അപ്പോൾ A വേണ്ട. B ഇല്ല, അപ്പോൾ B വേണം. C ഇല്ല, അപ്പോൾ Cയും വേണം. കണ്ടോ, AEIOയും പിന്നെ BC. അടുത്ത് X is a natural number and multiple of 3. X is a natural number and multiple of 3. 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 3, 6, 9, 12 അങ്ങനെ പോകും. ഇനി എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6ൽ കുറവായിട്ടുള്ള എണ്ണൽ സംഖ്യ ഏതൊക്കെയാ? 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ എക്സെട്രയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ വരുമ്പോൾ, യൂണിയൻ വരുമ്പോൾ 1, 2, 3, 4, 5 വരെ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവും? 1, 2, 3, 4, 5 വരെ ഉണ്ടാവും. അതിന് പുറമെ ആരും ഉണ്ടാവും? 6, 9, 12. 3 നമുക്ക് വേണ്ട, കാരണം 3 ഇതിലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്പറുകളും ഉണ്ടാവും. കണ്ടോ, 1, 2, 3, 4, 5 അത് സെറ്റ് ബി. പിന്നെ സെറ്റ് എയിൽ 3 വേണ്ട, 3 ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 6, 9, 12 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ഇതിനെ നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈക്വൽ ടു 1, 2, 4, 5 ഓർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാം. അതായത് എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ? 1, 2, 3, 4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 1, 2, 4 ആയിരിക്കും. നോക്കിയാ, എവിടെ പേനയുടെ പേന ഒന്നെങ്കിൽ എക്സ് 1, 2 പിന്നെ ഏതാ 6, 4, 5. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഇവിടെ കൊടുക്കാൻ കാരണം എന്നറിയോ? 1, 2, 4, 5 ഇവിടെ സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം നോക്കിയേ, ഇതിലുള്ള ഈ 3 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 1 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 2 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 4 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 5 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെപ്പറേറ്റ് എഴുതിയത്. അഥവാ എക്സ് ഈക്വൽ ടു 1, 2, 4, 5 ഓർ മൾട്ടിപ്പിൾ ഓഫ് 3, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ. 3യുടെ മൾട്ടിപ്പിൾ എല്ലാം അതിൽ പെടും ഇല്ലേ? കാരണം 3, 6, 9, 12 എക്സെട്ര അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എക്സെട്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം 4ഉം 5ഉം നമ്മൾ സെപ്പറേറ്റ് എഴുതി. എന്തിനാ? 1ഉം 2ഉം 4ഉം 5ഉം 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അത് നമ്മളുടെ സെറ്റ് ബിയിലുള്ളതാണ്. അല്ലെങ്കിൽ ഏതായിരിക്കും? ഓർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാം. ദെൻ നാലാമത്തത് A 1, 2, 3 ആണ്, B 5 ആണ്. 5 മീൻസ് അതിൽ ഒന്നുമില്ല. സോറി, അത് അഞ്ചാമത്തെയാണ്. ഓക്കെ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. ഒന്നിനേക്കാൾ വലുത്, ഓപ്പണായി കിടക്കുന്ന ഭാഗമാണ് വലുത് കേട്ടോ. ഒന്നിനേക്കാൾ വലുതും ആകണം, 6നോട് തുല്യമോ അല്ലെങ്കിൽ 6നേക്കാൾ ചെറുതോ. അപ്പോൾ ഏതൊക്കെ വരിക? 1, 2, 3, 4, 5, 6. സോറി, 1 എഴുതിയില്ല, 1 ഉണ്ട് കേട്ടോ, വിട്ടുപോയതായിരിക്കും. ഓക്കെ, കാരണം 1 ഇല്ല. എന്താണ്? ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോട്ടോ, എനിക്ക് മാറിപ്പോയതാണ്, തെറ്റിയിട്ടില്ല. ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് 1 ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് 6 വന്നതെന്നറിയോ? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്, അതുകൊണ്ടാണ് 6 ഇൻക്ലൂഡഡ്. 1 എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ ഇല്ല. മേ ബി അവിടെ ഈക്വൽ സൈൻ ഉണ്ടായിരുന്നെങ്കിലോ 1ഉം പെട്ടേനെ.
ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്നാണ്. അതിൽ 6 പെടില്ല, കാരണം ഈക്വൽ സൈൻ ഇല്ല. 10ഉം പെടില്ല, കാരണം എന്താ ഈക്വൽ സൈൻ ഇല്ല. നാച്ചുറൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഏത് വരിക? 7, 8, 9. ഓക്കെ, സോറി, ഇവിടെ 1 പെടൂല്ലോ കേട്ടോ. ഞാൻ 1 ആദ്യം പെടും എന്ന് പറഞ്ഞു. അവിടെ ഈക്വൽ സൈൻ ഇല്ല. ഈക്വൽ സൈൻ ഉണ്ടെങ്കിലേ 1 പെടുള്ളൂ. ഓക്കെ, 1 ലെസ് ദാൻ എക്സ്, ഒന്നും കൂടി എല്ലാം വായിക്കാം നമുക്ക്. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. അപ്പോൾ 1 പെടില്ല, നാച്ചുറൽ നമ്പർ ആണ്, നാച്ചുറൽ നമ്പർ. അപ്പോൾ 1 ഉണ്ടാവില്ല. 2, 3, 4, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഒന്നെങ്കിൽ 6ൽ കുറവ് അല്ലെങ്കിൽ 6, അപ്പോൾ 6 വരെ. അടുത്തത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10, 6നേക്കാൾ വലുതും 10നേക്കാൾ ചെറുതുമായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 7, 8, 9. ഇനി ഇതിന്റെ യൂണിയൻ എഴുതുമ്പോൾ നോക്കിയേ, 2, 3, 4, 5, 6 എഴുതാം. ഇനി 7 ഫസ്റ്റത്തേലുണ്ടോ? ഇല്ല. 8 ഫസ്റ്റത്തേലുണ്ടോ? ഇല്ല. 9 ഫസ്റ്റത്തേലുണ്ടോ? ഇല്ല. അപ്പൊ 7, 8, 9 കൂടി അതിന്റെ കൂടെ എഴുതും. കണ്ടോ? 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് ഇതിന്റെ യൂണിയൻ. ഏതിന്റെ? നമ്മളിപ്പോൾ എഴുതിയ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിന്റെ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ എന്നാണെങ്കിൽ ആ നമ്പർ ഇൻക്ലൂഡഡ് ആണ്. വെറും ലെസ് ദാൻ ഉള്ളെങ്കിൽ ആ നമ്പർ എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ കണ്ടോ, ഇവിടെ വെറും ലെസ് ദാൻ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 10 എടുക്കാഞ്ഞത്. ഇവിടെയും വെറും ലെസ് ദാൻ എന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 6 എടുക്കാഞ്ഞത്. ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം വലുതായിരിക്കണം. അപ്പോൾ 6 ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ അവിടെയാണ് ഓപ്പൺ ആയി കിടക്കുന്നത്, അപ്പോൾ 6നേക്കാൾ വലുതായിരിക്കണം. ഇവിടെ 10ന്റെ അവിടെയാണ് ഓപ്പൺ ആയി കിടക്കുന്നത്, അപ്പോൾ 10നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ? ഓക്കെ, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എങ്ങനെയാ? 1 ലെസ് ദാൻ, കണ്ടോ 1 ഇല്ല കേട്ടോ, 1 ഇല്ല. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ നമ്പറും ഇല്ലേ? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് 1 പെടില്ല. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് 10 പെടില്ല. അപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10, ഒന്നിനേക്കാൾ വലുതും 10നേക്കാൾ ചെറുതും. കണ്ടോ? ഒന്നിനേക്കാൾ വലുതും 10നേക്കാൾ ചെറുതും. 2, 3, 4, 5, 6, 7, 8, 9. ലാസ്റ്റ് വണ് A 1, 2, 3 ആണ്. B 5 ആണ്. ഇത് നമ്മൾ 5 എന്നാണ് പറയുക. എന്താ 5 എന്ന് പറഞ്ഞാൽ? എം ടി സെറ്റാണ്. ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ 5 എന്ന് പറയുന്നത്. അപ്പൊ എ യൂണിയൻ ബി എന്തായിരിക്കും? എയിൽ 1, 2, 3 എന്ന് പറയുന്ന 3 എലമെന്റ് ഉണ്ട്, ബിയിൽ ഒരു എലമെന്റും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ത് തന്നെ ആയിരിക്കും? 1, 2, 3 തന്നെ ആയിരിക്കും. എ തന്നെ ആയിരിക്കും, കാരണം കമ്പൈൻ ചെയ്യാൻ ബിയിൽ ആരും ഇല്ല. ഓക്കെ, അപ്പൊ 1, 2, 3 ബിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 1, 2, 3 തന്നെ ഉള്ളൂ. അപ്പൊ എന്താണ് എ യൂണിയൻ ബി? 1, 2, 3. അത് എ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് എ യൂണിയൻ ബി എന്ന് കിട്ടിയല്ലോ? കോമ്പിനേഷൻ ഓഫ് 2 സെറ്റ്. 2 സെറ്റുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത്.